വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. സെവനമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിൽ രാവിലെ 8 മണിക്കാണ് ആന എത്തിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, വീണ്ടും കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നു. എന്തെങ്കിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ കൃഷിനാശം ഉണ്ടായതായുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മൂന്നാർ സെവൻമല പാർവതി ഡിവിഷനിൽ ഈ കട്ടക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന എത്തിയത്. രാവിലെ 8 മണിയോടെ എത്തിയ കാട്ടാന ഏറെ നേരം ഇവിടെ നിലയുറപ്പിച്ചു. രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങിയ തൊഴിലാളികളും അതോടൊപ്പം തന്നെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിയ കുട്ടികളെല്ലാം തന്നെ ആശങ്കയിലായി. പിന്നീട് നിരവധി ഈ ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്നായിരുന്നു ഈ കട്ടക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പൻ കാട് കയറിയത്. ഈ കട്ടക്കൊമ്പൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഓട്ടോ ഡ്രൈവറുടെയും അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണ്ടുമലയിലും ഈ ഒരു 2 പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഒരു പ്രാഥമിക വിവരം നമുക്കുള്ളത്. ഏതായാലും ഈ ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ ഒരു ആളുകൾ പരിഭ്രാന്തിയിലായിരുന്നു. RRT സംഘം മേഖലയിൽ ഉണ്ടെങ്കിൽ തന്നെയും നിലവിൽ പലയിടത്തും പഴയപ്പടക്കമുള്ള കാട്ടുകൊമ്പന്മാർ ഇറങ്ങുന്നത് മൂലം ഇവർക്ക് കൃത്യമായി സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ ഓടിയെത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തൊഴിലാളികളെല്ലാം തന്നെ ബഹളപ്പിച്ചതോടെ തന്നെ ഈ കാട്ടുകൊമ്പൻ കാട് കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാഞ്ഞിരവേലിയിലും ഈ കാട്ടുകൊമ്പൻ ഒറ്റക്കൊമ്പൻ ഇറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ അവസാനമായി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ ആ വീടിന് സമീപത്തുള്ള പ്രദേശത്താണ് ഈ കാട്ടുകൊമ്പൻ ഒറ്റക്കൊമ്പൻ 4 ഏക്കറോളം കൃഷി നശിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കാഞ്ഞിരവേലിയിലും RRT സംഘത്തെ നിയോഗിക്കും എന്ന ഈ വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ഉറപ്പെല്ലാം നൽകിയെങ്കിലും ഈ RRT സംഘം ഇവിടെ ഇല്ലാത്തത് വലിയൊരു പ്രതിഷേധം തന്നെ ഇരയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഞ്ഞിരവേലിയിലെ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ വ്യാപക കൃഷിനാശം ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണ്? സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഈ വിഷ്വലിൽ കാണുന്നത്. തീർച്ചയായിട്ടും ശ്രുതി, ഇത് കാഞ്ഞിരവേലിയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കാഞ്ഞിരവേലിയിലും സമാനമായ രീതിയിൽ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പൻ ഇറങ്ങി 4 ഏക്കറോളം കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അവസരമായി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ വീടിന് സമീപത്തുള്ള പ്രദേശത്താണ് ഈ കാട്ടുകൊമ്പൻ ഇറങ്ങിയത്. പിന്നീട് ആളുകൾ ബഹളം വെച്ചതോടെ ഈ കാട്ടുകൊമ്പൻ ഇവിടെ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇന്ത്യയുടെ മരണശേഷം 24 മണിക്കൂറും RRT സംഘത്തെ നിയോഗിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയെങ്കിലും ഇവിടെ RRT സംഘത്തിന്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ അത്തരത്തിൽ RRT സംഘം ഇല്ലെന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രതിഷേധത്തിന് തന്നെ ഈ കാഞ്ഞിരവേലി നാട്ടുകാർ തന്നെ വലിയൊരു പ്രതിഷേധത്തിന് തന്നെ ഒരുങ്ങുകയാണ്. ആസ്വദി, നിരന്തരം ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ റേഷൻ കടയടക്കം പല സ്ഥലങ്ങളിലും ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഈ സർവകക്ഷി യോഗമൊക്കെ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നത്. ഇതിനുശേഷം എന്തൊക്കെ നടപടികളാണ് വനം വകുപ്പ് കൈക്കൊണ്ടത്? ഈ സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ പടയത്തെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക ടീമുകളെ RRT സംഘത്തെ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി വനത്തിൽ തന്നെ വെള്ളവും അവരുടെ ഭക്ഷണ സാധനങ്ങളും എല്ലാം തന്നെ ക്രിയാത്മകമായി ഒരുക്കും എന്നൊക്കെ തന്നെയാണ് ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത്. എന്നാൽ ഈ സർവകക്ഷി യോഗം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇപ്പോൾ ഈ കാഞ്ഞിരവേലിയിലും അതോടൊപ്പം തന്നെ മൂന്നാറിലും അടക്കമുള്ള കാട്ടാനകൾ ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ സ്വരിവിഹാരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ വന്യമൃഗങ്ങൾ ഇപ്പോൾ വ്യാപകമായി തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം തന്നെ മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഇന്നലെ സൂചനാ സമരം തന്നെ വലിയ ആയിരക്കണക്കിന് ആളുകളെ നിർത്തിക്കൊണ്ട് തന്നെ സൂചനാ സമരം തന്നെ ഇന്നലെ അരങ്ങേറിയിരുന്നു. ഏതായാലും ഇന്നലെയും വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിൽ ഇനി വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങിയാൽ ഇത് സൂചനാ സമരം മാത്രമായിട്ടില്ല, ജനങ്ങളെ പങ്കെടുത്തുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെ ഇടുക്കി രൂപത
മെത്രാനടക്കം പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിൽക്കുന്ന ജനങ്ങളെ ആശങ്കയിലായിരിക്കുകയാണ്. ആർ.ആർ.ടി സംഘത്തിന്റെ സേവനം ലഭ്യമാകുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലേക്കും ആർ.ആർ.ടി സംഘം എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വ്യക്തമാണ്. ഇടുക്കി നേര്യമംഗലം കാഞ്ഞിരവേലിയിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒറ്റക്കൊമ്പനാണ് കാഞ്ഞിരവേലിയിലെ കൃഷിയിടത്തിലിറങ്ങി കൃഷി നശിപ്പിച്ചത്. 4 ഏക്കറോളം കൃഷിയാണ് നശിപ്പിച്ചത്. നേരത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിര മരിച്ച സ്ഥലത്തിന് സമീപത്താണ് വീണ്ടും ആന ഇറങ്ങിയത്.